നമ്മളുള്ളതിപ്പോൾ മൂവാറ്റുപുഴ മണ്ഡലത്തിലാണ്. അവസാന ലാപ്പിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണം എത്തുമ്പോൾ എങ്ങനെയാണ് മൂവാറ്റുപുഴ ഇപ്പോൾ ചിന്തിക്കുന്നത് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടെ മൂവാറ്റുപുഴ വെള്ളൂർകുന്നം മഹാദേവ ക്ഷേത്രമാണിത്. നമ്മൾ ആ ക്ഷേത്ര പരിസരത്ത് എത്തിയതാണ്. ഇവിടെ ഇന്ന് ഞായറാഴ്ചയാണ്, ഒരുപാട് വിവാഹങ്ങൾ നടക്കുന്ന ഒരു ദിവസമാണ്, അതിൻ്റെ തിരക്കൊക്കെ ഉണ്ട്. നമുക്ക് മൂവാറ്റുപുഴ എങ്ങനെ ചിന്തിക്കുന്നു എന്ന് നോക്കാം. നമ്മളോടൊപ്പം ഒരു ചേട്ടൻ ചേർന്നു. ചേട്ടാ, മൂവാറ്റുപുഴയിലെ മത്സരം ഇത്തവണ എങ്ങനെയുണ്ട്? മറ്റേ സംബന്ധിച്ച് വരുമ്പോൾ ഏതാണ്ട് തുല്യ ശക്തികൾ തമ്മിലുള്ള ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടമാണെന്ന്. അതായത് LDF ഉം UDF ഉം തമ്മിൽ അങ്ങനെയാണോ? LDF UDF തമ്മിലുള്ള ഒരു പോരാട്ടമായിട്ടാണ് കണക്കാക്കാൻ പറ്റുള്ളൂ. അതിപ്പോൾ നമുക്ക് ആർക്കാണെന്ന് പറയാൻ പറ്റില്ല. രണ്ടും നല്ല സ്ഥാനാർത്ഥികളാണ്. രണ്ടുപേർക്കും നല്ല ജനപിന്തുണയുള്ളവരാണ്. എൻ്റെ മാത്യു കുളനാടനാണെങ്കിലും അരുണാണെങ്കിലും. അരുൺ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ അത്തരത്തിൽ നോക്കുമ്പോൾ അദ്ദേഹത്തിന് നല്ല ജനപിന്തുണയുണ്ട്. പിന്നെ സിറ്റിംഗ് MLA എന്നതിലെ കുളനാടൻ. ഇവിടെ സാധാരണ MLA മാറി മാറി വരികയാണല്ലോ. LDF UDF അങ്ങനെ വരുന്നൊരു ചരിത്രമാണല്ലോ. അപ്പോൾ ഇത്തവണ UDF മാറി LDF വരും, അങ്ങനെയാണോ ചേട്ടൻ പറയുന്നത്? അതിപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇവിടുത്തെ ചരിത്രം ഒരു തവണ LDF വന്നാൽ പിറ്റേ വർഷം മാറ്റി എടുക്കുന്ന ഒരു നയമാണ് മൂവാറ്റുപുഴക്കാർ ഇതുവരെ സ്വീകരിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ സ്ഥിരമായിട്ട് അങ്ങനെ ഒരു MLA മാറി മാറിയുള്ള ഒരു നയമാണ് മറ്റുള്ള മണ്ഡലങ്ങളെ അപേക്ഷിച്ച്, കേരളത്തിൽ ഏത് മണ്ഡലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോഴും നമ്മുടെ മണ്ഡലം അങ്ങനെയാണ്. ഒരു തവണ LDF വന്നാൽ പിറ്റേ വർഷം UDF, ആ ഒരു നയമാണ്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഇരു കൂട്ടരും തുല്യമായിട്ടുള്ള ഒരു ഇതാണ്. മാത്യു നല്ലൊരു MLA എന്നാണ്, നല്ലൊരു ജനബന്ധമുണ്ട്. അതുപോലെ തന്നെ അരുണും രാഷ്ട്രീയത്തിൽ സജീവമായിട്ട് നിൽക്കുന്ന ഒരാളാണ്, വർഷമായിട്ടുള്ള ഒരാളാണ്. ഇവിടെ CPIയുടെ മണ്ഡലമായിരുന്നു. കഴിഞ്ഞ തവണ CPIക്ക് ആയിരുന്നു. കഴിഞ്ഞിടത്തുമ്പോഴത്താണ്. കഴിഞ്ഞ വർഷം കൊണ്ടുനാടൻ കൊണ്ടുപോയി. അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടമായിട്ടാണ്, നിഷ്പക്ഷമായ രീതിയിൽ നമുക്ക് പറയാൻ. അടുത്ത മത്സരം നടക്കുന്നു അല്ലേ? ഓക്കെ ഏട്ടാ, താങ്ക് യു. അപ്പോൾ കടുത്ത മത്സരം നടക്കുന്ന ഒരു മണ്ഡലമായി ഇതിനോടകം മൂവാറ്റുപുഴ മാറി എന്നാണ്. LDF ഉം UDF ഉം ശക്തമായ മത്സരം ഇപ്പോൾ ഇവിടെ നടത്തുന്നുവെന്ന് അഭിപ്രായം വരുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.